നമ്മുടെ ഫുഡ് തയ്യാർ. ഒരു അരുവി പോലത്തെ ഇതുണ്ട്. ഇപ്പൊ ഇതിനകത്താണ് കേട്ടോ സ്പൈഡർമാൻ. നോക്ക് വൈബ് സാധനം. അതുകൊണ്ട് ഇപ്പൊ ഇത് മൂവായി തുടങ്ങിയത് നോക്ക്. ഈ ചെയറിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ അന്യായ വ്യൂ ആണ്. ആഹാ ചപ്പാത്തി കീറിപ്പോയി ഗൈസ്. ഗുഡ് മോർണിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളില്ലാത്തതുകൊണ്ടൊരു സുഖമില്ല. അവളിപ്പോൾ ഇനി അടുത്ത ആഴ്ച വരും. വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡില്ല. ഭയങ്കര മടി. അവളുണ്ടെങ്കിൽ അവളോട് ഇങ്ങനെ കാണിച്ച് അവളെ ചോർന്നുകൊണ്ട് നടക്കാമല്ലോ. ഇപ്പം മെയിനായിട്ടുള്ള പ്രശ്നം എന്തെടുക്കും എന്നാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി കഴിഞ്ഞിട്ട് ഇപ്പം എടുത്തില്ല. ഇന്ന് ഫ്രൈഡേ, വർക്ക് ഫ്രം ഹോമാണ്. വർലി അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മിക്സായിട്ടാണ് ടൈം വർക്ക് ചെയ്യുന്നത്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വീട് കുളമായിരിക്കുകയാണെങ്കിൽ നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്. ഇപ്പം മറ്റേ കബോർഡ് ഏതെങ്കിലും ഒന്ന് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരുട്ടി വെച്ചേക്കുന്ന എല്ലാ സാധനങ്ങളുടെ പുറത്ത് വരുന്ന പോലത്തെ അവസ്ഥയാണ് ഇപ്പം എനിക്ക് വിശക്കുന്നു. ഇവിടെ ഇപ്പോൾ രാവിലെ 9:30 സംതിങ് ആയി. 9:30 അല്ല 10 മണിയായി. രാവിലെ എനിക്ക് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ആഴ്ച സമയം ബ്രേക്ക് എടുക്കും. ആ സമയം അപ്പോൾ ഞാൻ എഴുന്നേറ്റ പാടെ നേരെ ബെഡിൽ തന്നെ ഇരുന്ന് അങ്ങ് വർക്ക് സ്റ്റാർട്ടാവും. ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു ബ്രെഡ് ഉണ്ടാക്കിയാലോ എന്ന്. അതിനാദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അതാണ് ഏറ്റവും വലുത്. ഇപ്പം ബ്രെഡ് കുറച്ച് സാധനങ്ങളുണ്ട് ഇവിടെ ഇതിനകത്ത്. പക്ഷെ ബ്രെഡ് പണിപാളി. ബ്രെഡ് തിന്ന് തീർത്തു എന്ന് തോന്നുന്നു കേട്ടോ. അല്ലല്ല ബ്രെഡ് കിട്ടി, ഭാഗ്യം. ബ്രെഡിന് മുന്നേ രാവിലെ എഴുന്നേറ്റ ഒരു ചായ നിർബന്ധം തന്നെ. എപ്പോഴും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പണ്ടത്തെ ജന്മത്തിൽ ചായക്കാരനായിരുന്നു എന്ന് തോന്നുന്നു. എപ്പോൾ കിട്ടിയാലും ചായ ഞാൻ കുടിക്കും. ഇവിടെ പാല് കിട്ടുന്നത് നമുക്കിങ്ങനെ ബാഗിലാണ്. അതാണ്ടോ ഇങ്ങനെയാണ് കിട്ടുന്ന പാല്. ഇതിനകത്ത് ഇങ്ങനെ 3 കവർ പോലും ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് പാല് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ പാല് കിട്ടുമ്പോൾ ഇങ്ങനെ മിൽക്ക് കണ്ടെയ്നേഴ്സ് നമുക്ക് കിട്ടും. ഇങ്ങനത്തെ വാങ്ങിച്ചത്. അപ്പോൾ ഇതിനകത്ത് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വെക്കാം. ഇത് ഓൾറെഡി പ്രോസസ്ഡ് മിൽക്കാണ്. കുറേ പേരൊക്കെ ഇത് ഡയറക്റ്റ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് എടുക്കും, അതങ്ങ് കുടിക്കും. എനിക്ക് പക്ഷേ അത് ഇഷ്ടമല്ല. ഞാൻ പാല് തിളപ്പിച്ചിട്ട് തന്നെ കുടിക്കുന്നത്. ഇവിടെ കൂടുതലും വെള്ളം എല്ലാവരും ഡയറക്റ്റ് പൈപ്പിൽ നിന്നാണ് കുടിക്കുന്നത്. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ സിറ്റിയിലൊക്കെ വെള്ളം നല്ല വെള്ളം തന്നെ, ഡ്രിങ്കബിൾ വാട്ടർ തന്നെ അതിൻ്റെ അകത്തോടെ വരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ, ഇങ്ങനൊരു ഫിൽറ്റർ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ചായക്കടയിൽ കിട്ടുന്ന ചായയാണ്. അതിങ്ങനെ തിളപ്പിച്ച് ഇങ്ങനെ നൈസായിട്ടിരിക്കും. ഇവിടെ കണ്ടോ ഇങ്ങനെ കോയിലാണ് കണ്ടോ. ചിലത് ഇങ്ങനെ ഗ്ലാസ് ടോപ്പ് വരും. ഇപ്പം ഞാനെടുത്ത ഫ്ലാറ്റിനകത്ത് ഇങ്ങനത്തെ കോയിൽ, ഡയറക്റ്റ് കോയിലാണ് കാണിക്കുന്നത്. ചിലതൊക്കെ ഇങ്ങനെ, ഞാൻ നേരത്തെ താമസിച്ച വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ഗ്ലാസ് ടോപ്പ് ഉണ്ട്. എനിക്ക് ശരിക്കും ഇച്ചിരി കൂടെ ഗ്ലാസ് ടോപ്പ് ഉള്ളതാണ് എനിക്കിഷ്ടം. ടു ബി ഫ്രാങ്ക്, വൃത്തിയാക്കാനൊക്കെ ഇച്ചിരി കൂടെ നല്ലതാണ്. പിന്നെ ഓരോ അപ്പാർട്ട്മെൻറ്റിലും ഓരോ രീതിയിൽ കിടക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഞാൻ താമസിച്ചിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 1 ഇയർ ആവുന്നു. ഇവിടെ നമ്മൾ ലീസിന് എടുക്കുന്നത്, നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ലീസിന് എടുക്കുക. അപ്പോൾ നാട്ടിലെ പോലെയല്ല. അപ്പോൾ ലീസിന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെൻറ്റ് നമ്മൾ നിൽക്കുകയാണെങ്കിലും നമ്മൾ കൊടുക്കണം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ നാട്ടിൽ നമുക്ക് ഇടയ്ക്ക് നിർത്തി പോവാം, അങ്ങനത്തെ സ്കീമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ നിർത്തി പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ സബ്ലെറ്റ് ചെയ്യാം. സബ്ലെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ആൾക്ക് ഇത് റെൻറ്റിന് കൊടുക്കാം ഈ അപ്പാർട്ട്മെൻറ്റ്. എന്നിട്ട് പക്ഷേ ഓണറിന് ഞാൻ തന്നെ ആയിരിക്കും റെൻറ്റ്, ഞാനാണ് റെസ്പോൺസിബിൾ. വീടിന് എന്ത് പറ്റിയാലും ഒക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. തിരിച്ച് എൻ്റെ ലീസിൻ്റെ പീരീഡ് തീരുമ്പോൾ ഞാൻ ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് ആളെങ്ങനെയാണോ എനിക്ക് തന്നത് അതേപോലെ empty ആക്കി ഫുള്ള് വൃത്തിയാക്കി കൊടുക്കണം. ഇപ്പം ഞാൻ ചായപ്പൊടി ഇങ്ങനത്തെ വാങ്ങുന്നത് കേട്ടോ. ഇവിടെ ടാറ്റയുടെ ടീ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിന് പകരം ടീ ബാഗ്സ് വാങ്ങുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ കട്ടൻ ഇട്ട് കുടിക്കുമ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഞാൻ 1 ഇടും. ചിലപ്പോൾ കടുപ്പം ഭയങ്കരമായിട്ട് വേണമെങ്കിൽ ഞാൻ 2 ഇടും. ഇല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുണ്ട്.
ഓക്കെ, ഇതുണ്ട്, ഇത് എയർ ഫ്രയറും ടോസ്റ്റ് ചെയ്യുന്നതും എല്ലാം കൂടെ ഉള്ളൊരു സാധനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വെച്ചിട്ട് ഇത് എയർ ഫ്രയറിൻ്റെ ബാഗാണ്, പക്ഷെ ഞാൻ എപ്പോഴും ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ടോസ്റ്റ് ചെയ്യുമ്പോഴും എല്ലാത്തിനകത്തും ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ വെക്കുക, ശരിക്കും നടുക്കത്തിനകത്താണ് വെക്കണ്ടത്. നടുക്കോട്ട് വെക്കുക, ഇത് ഓണാക്കുക. ഇവിടെ കണ്ടോ ബ്രെഡിൻ്റെ ഇതുണ്ട്, ഇവിടെ കണ്ടോ ബ്രെഡിൻ്റെ ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ടോസ്റ്റ് ചെയ്യുക. ശരിക്കും 3 ആണ് ഇവിടെ പ്രീ ബിൽഡ് ആയിട്ടുള്ളത്. ഞാൻ 3 മാറ്റി 2 ആക്കും. അപ്പോൾ 2 മിനിറ്റ്സിനകത്ത് 2.5 മിനിറ്റ്സിനകത്ത് ഇത് ടോസ്റ്റായി കിട്ടും. അത് എയർ ഫ്രൈ ഉള്ളത് അടിപൊളിയാണ്. ഞാൻ വീട്ടിൽ അമ്മയോട് പറഞ്ഞ ഇങ്ങനത്തെ ടോസ്റ്റർ വാങ്ങാൻ പറഞ്ഞതാണ്. അമ്മ ഓടിപ്പോയി മറ്റേത് വാങ്ങിച്ചു. അമ്മയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പിന്നെ ഇച്ചിരി കുറ്റബോധമുണ്ട്. ഇത് വാങ്ങണ്ടായിരുന്നു, പക്ഷേ അത് വാങ്ങണ്ടായിരുന്നു, ഇത് വാങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ കുറ്റബോധം വരണം. ഞാൻ പറഞ്ഞതാ. എൻ്റെ ചായ തിളച്ച് വരും. ഹൈ 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 ഗൈസ്, വെളിയിലത്തെ വെതർ നോക്കൂ. ഹൈ, നല്ല വെയിൽ, നല്ല ചൂട്. ഞാനൊക്കെ ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കരിഞ്ഞുണ്ണിയായിട്ട് തിരിച്ചു വരും. എന്നെ പിന്നെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ വീണ ചോദിക്കും ആരാ എന്നൊക്കെ ചോദിക്കും, സിദ്ധാർത്ഥ എന്തിയെന്ന് ചോദിക്കും. ഇവിടെ ഭയങ്കരമായിട്ട് ടാനാവും പെട്ടെന്ന്. നമ്മളങ്ങോട്ട് ചെന്ന് വെളിയിലിറങ്ങി വീട്ടിൽ എത്തി കഴിയുമ്പോഴത്തേക്ക് സൺസ്ക്രീൻ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ കറുത്തേക്കും. പണ്ട് നാദറെ, അപ്പം അവൻ ചെന്നൈയിലുണ്ടായിരുന്നു. അവനെ കാണാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ചെന്നൈക്ക് ബൈക്കെടുത്ത് പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് വേറെ കളറൊക്കെ ആയി ഞാൻ. അവിടെയും ഭയങ്കരമായിട്ട് പെട്ടെന്ന് ടാൻ ആവുമല്ലോ. ഇവിടെ ബ്രെഡായി കണ്ടോ. വേണമെങ്കിൽ ഇച്ചിരി നേരോടെ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യാം, പക്ഷെ എനിക്ക് കുറേ അങ്ങ് ഭയങ്കരമായിട്ട് ടോസ്റ്റ് ആവുന്ന നോക്കണ്ട. ഇത് അടിയിലുള്ളതൊക്കെ നിങ്ങൾ വൃത്തികേടാന്ന് നോക്കണ്ട. അത് ട്രേ, അത് എടുക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള തോങ്ങ് വെച്ചിട്ട് വേണം പിടിക്കാൻ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പിടിച്ചാൽ ഇത് ചൂടായിട്ടിരിക്കുക. ഞാൻ ഇങ്ങനത്തെ പച്ചക്കറി അരിഞ്ഞതൊക്കെ വാങ്ങിച്ചു വെക്കും, ബീൻസും ഇതൊക്കെ. ഇതുണ്ട്, എൻ്റെ ചിക്കനുകൾ ഇങ്ങനെ അടുക്കിയിരിക്കും. ഇതാ ഞാൻ പറഞ്ഞ ഹാഷ് ബ്രൗൺസ്. പൊട്ടറ്റോ തന്നെ, വേറെ ഒന്നുമില്ല. ഇതിൽ ഒരെണ്ണം വെക്കും. ഈ ചിക്കൻ്റെ നഗറ്റ്സ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, തീർന്നു. ചിക്കൻ നഗറ്റ്സ് ഇത് വന്നിട്ട് ഞാൻ ഇതും വെക്കും ഇതിനകത്തോട്ട്. എന്നിട്ട് ജസ്റ്റ് എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കും. ഞാൻ എയർ ഫ്രൈ ഓണാക്കിയിട്ട് ഇതൊരു 385 ഒരു 10 മിനിറ്റ് വെക്കും. അപ്പോഴത്തേക്കും കറക്റ്റ് ആവും. ഇവിടെ പ്രീ ഹീറ്റ് ആവും ഇതിനകത്ത്, പക്ഷേ അധികം സമയമൊന്നും എടുക്കത്തില്ല. ഈ വലിയ ഓവനാണെങ്കിൽ പ്രീ ഹീറ്റ് ആവാനൊക്കെ കുറേ സമയമെടുക്കും. നമ്മളിപ്പോൾ ഒരു 385 അല്ലെങ്കിൽ 400 ഫാരൻഹീറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ സമയം എടുക്കും. അത് പ്രീ ഹീറ്റ് ആയി വരാൻ തന്നെ ഒരു 10-15 മിനിറ്റ് എടുക്കും. പക്ഷേ ഇത് കിണ്ണ സാധനം. ഇതിപ്പോൾ ഞാൻ സ്ലോ കുക്ക് ചെയ്യും. ഇപ്പോൾ ചിക്കൻ ഞാൻ ദിവസം കാണിക്കാവേ. ചിക്കൻ സ്ലോ കുക്ക് ചെയ്യും. അത് ഞാൻ 1 മണിക്കൂർ ഒരു സൈഡ് ചെയ്യും, ഒരു 385 ഫാരൻഹീറ്റിൽ. അത് അടിപൊളി. അതും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. നൈസാണ്. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓഫീസിൽ ഏതെങ്കിലും ഒരു ദിവസം വന്നിട്ട് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുള്ളതാണ്. ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ, കോളേജിലായാലും ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിലും വേറെ വീട്ടിലും ഞങ്ങൾ തന്നെ താമസിച്ച ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുമ്പോഴായാലും ബാംഗ്ലൂർ, ഡൽഹി, ഹൈദരാബാദ് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ നിന്നിട്ടുള്ളത്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴായാലും ഞാൻ ആദ്യം ഡൽഹിയിലുമായിരുന്നു, അവൾ ഹൈദരാബാദിലുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജോലി കിട്ടി. ഹൈദരാബാദിൽ വന്നപ്പോൾ ഒരു വർഷം ആവാറായപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് കാനഡയിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യം അവൾ അവിടെ പോയപ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്, തിരിച്ച് എൻ്റെ കൂടെ ഇപ്പോൾ വരാത്തപ്പം. എന്തായാലും അടുത്ത ആഴ്ച വരും. 10-ാം തീയതി, അടുത്ത ആഴ്ച അല്ല, അടുത്ത ആഴ്ച 10-ാം തീയതി വരും. 10-ാം തീയതി ഞാൻ ലീവാണ്. അവളെ പിക്ക് ചെയ്യാൻ പോകണം. 10 അല്ല 11-ാം തീയതി വരും. ദുബായ് ത്രൂ അവൾ വരുന്നത്. അപ്പോൾ ദുബായിലൊക്കെ കറങ്ങി അടിച്ചിട്ടൊക്കെയാണ് വരുന്നത്, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഞാൻ വിസയൊക്കെ എടുത്തേക്ക് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ദിവസം കഴിയുമ്പോൾ വിസയൊക്കെ കിട്ടും. ഇനിയും പൊളിക്കും. അവൾ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് പോകുന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരോട് ദുബായ് പോയ സമയത്ത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അവർ വിസ അടിച്ചു തരുന്നിടത്ത് ഞങ്ങൾക്ക് അവിടെ ഭയങ്കരമായിട്ട് ഡിലേ ആയി. ഞങ്ങൾക്ക് ആ കൂടെ 9 hours ഉള്ളായിരുന്നു. പ്രത്യേകിച്ച് നാട്ടിലോട്ട് ആദ്യമായിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് ഇച്ചിരി വർഷം കഴിഞ്ഞ് നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും കുറേ മണിക്കൂർ എനിക്ക് അവിടെ ദുബായി നിൽക്കണ്ടേ. തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തായാലും ഒരു ദിവസം ഓൾമോസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
ഇവിടെ ഞാൻ ലേ ഓവർ 9 hours ആയിരുന്നു ഉള്ള ഫ്ലൈറ്റാണ് എടുത്തത് എമിറേറ്റ്സിൻ്റെ. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങാം. ഞങ്ങൾക്ക് 3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടും വിസയുടെ ആ സിസ്റ്റം ഡൗൺ ആണ്, വെയിറ്റ് ചെയ്യാൻ പറയാം. പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ 6 മണിക്കൂറത്തേക്ക് പിന്നെ അവിടുന്ന് ഇറങ്ങി ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് അന്ന് ഇച്ചിരി മനയായി. പിന്നെ ഞങ്ങൾ പോയി ലൗഞ്ചിൽ പോയിട്ടൊക്കെ ഞങ്ങൾ പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവുന്നത്. അത് ഞങ്ങൾ ഇത്രയും 14 hours ഫ്ലൈ ചെയ്ത് മാറ്റുകയൊക്കെ ചെയ്തല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ ഇപ്രാവശ്യം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ചെന്നിട്ട് ഓൺ അറൈവൽ എടുക്കാം. അതിന് മുന്നേ ഞാൻ വിസ എടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പാറുവിനായാലും വിസ നേരത്തെ ഇതെടുത്തിട്ടുണ്ട്. കിട്ടിയിട്ടില്ല, വിസ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ദിവസം മുന്നേ കിട്ടുന്നത്. എനിക്കതുകൊണ്ട് വീട്ടിൽ ഒറ്റയ്ക്ക് എന്നുള്ളതൊക്കെ ശീലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ ഈ വീട്ടിൽ ഈ അപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല ഇവിടെ. ഞാൻ അവളില്ലാതെ നിന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആദ്യം ഭയങ്കര ഇതായിരുന്നു. അതൊന്നും അറിയാതെ അവളവിടെ നല്ലതായിട്ട് ചക്കയൊക്കെ കുഴച്ച് കഴിക്കുന്നുണ്ടാവും. ഞാനിവിടെ ബ്രെഡും കഴിക്കുന്നുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വർക്ക് ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൾ വരുമ്പോൾ പോകണമെന്ന് വിചാരിച്ചിട്ടിരുന്നിട്ടൊരു സ്ഥലമാണ്. പക്ഷേ നിങ്ങളെ കാണിക്കാം ഞാൻ. നല്ല വൈബ് ഒരു സ്ഥലം. ഇവിടെ അങ്ങനെ കുറേ സ്ഥലമുണ്ട്. സമ്മറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സ്ഥലമുണ്ട്. ഇപ്പോൾ ഞാൻ അവളോട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കിവിടെ അൽഗോൻകി പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഫഷണൽ പാർക്കുണ്ട്. ഇവിടെ കുറേ പ്രൊഫഷണൽ പാർക്കുണ്ട്, ഇങ്ങനെ കാട് പോലെ കിടന്നിട്ട്. അവിടെ നമുക്ക് പോയിട്ട് ക്യാമ്പൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഓരോരോ പരിപാടീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ അടുത്തതിൻ്റെ അടുത്ത ആഴ്ച അവൾ വരുമല്ലോ. അവൾ വന്നു കഴിയുമ്പോൾ എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അവധിയാണ് ഇവിടെ. ഇപ്പോൾ എൻ്റെ ഡയറക്ടറൊക്കെ ഇപ്പം നാളെ തൊട്ടിട്ട് പുള്ളി ഇനി ഓഗസ്റ്റ് ലാസ്റ്റിലേ പുള്ളി വരത്തുള്ളൂ. ഇവിടെ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. വർക്ക് കൾച്ചറിൽ അവരെല്ലാം എപ്പോഴും ലൈഫ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കും. ഞാൻ അതുകൊണ്ട് എപ്പോഴും വിചാരിക്കും നാട്ടിൽ എങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ സമയമില്ല. രാവിലെ തൊട്ടിട്ട് പാതിരാത്രി വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കും ലൈഫും കൂടെ ഒന്ന് എൻജോയ് ചെയ്ത് തുടങ്ങിയത്. ശരിക്കും ഞാൻ കുറേ വീഡിയോസിൽ മീൻസ് ലൈക്ക് കാനഡയെ പറ്റിയൊക്കെ ഇടുന്ന, പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ 2 രീതിയിലുണ്ട് ലൈഫ്. ഞാൻ കണ്ട കാഴ്ചപ്പാടിൽ ഓക്കെ. കുറേ പേരിങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്, തണുപ്പാണ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ എല്ലാം വേറൊരു സൈഡും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജ് പഠിച്ചു കഴിഞ്ഞത് ഡിസംബറിലാണ്. ജാനുവരിയിൽ ഞാൻ കോളേജ് പഠിച്ച് തീരാറായപ്പോൾ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയായിരുന്നു. പിന്നെ എൻ്റെ കേസ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ വർക്ക് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ എക്സ്പീരിയൻസ് ഉള്ളവരുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇവിടെ വർക്ക് കിട്ടി. ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങി. ഇവിടെ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ ഇടയ്ക്ക് ഓഫീസിൽ പോവും. എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഒക്കെ സൈൻ ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോവും. ഞാനും വീണയും കൂടെ തന്നെയാണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത്. എന്നിട്ട് ഇപ്പം ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത്, എൻ്റെ കുറേ അവിടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഇവിടെ വീടെടുത്തിട്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ജോലി ഇല്ല എന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്ന അല്ലാണ്ട് അപ്ലൈ ചെയ്യുന്നില്ല. പാർട്ട് ടൈമൊക്കെ ഉണ്ട്, പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ട്, ഇല്ല എന്നല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാനഡ ഉള്ളതിനേക്കാളും ആൾക്കാരുണ്ടാവും, പക്ഷേ പാർട്ട് ടൈമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. തപ്പിയാൽ കിട്ടും. മനസ്സിരുത്തി തപ്പിയാൽ കിട്ടും. മനസ്സിരിക്കാതെ നമ്മൾ അങ്ങോട്ട് പോയി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. എനിക്കങ്ങനെ ഭയങ്കര കഷ്ടപ്പാടായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ജോലി വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഒരു നല്ല വെതറാണ്, നല്ല ക്ലൈമറ്റാണ്. പിന്നെ ആൾക്കൂടുള്ളൊരു പ്രശ്നം ഡോക്ടറിനെ കാണാനാണ്. അത് ടു ബി ഫ്രാങ്ക് ശരിയാണ്, അവർ പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് എപ്പോഴും നമുക്ക് നാട്ടിൽ തന്നെ ആയിരിക്കും ഡോക്ടേഴ്സിനെ കാണാനും ആക്സസബിളും ഒക്കെ ഉള്ളത്. ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ സിസ്റ്ററൊക്കെ ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഡോക്ടറിനെ കാണാൻ പോകുന്നതോ അങ്ങനെ വലിയൊരു സംഭവമായിട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ അക്ക ഡോക്ടർ ആയ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കയുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഇപ്പോൾ ആർട്സ് ചേച്ചിയായാലും ന്യൂസ് ചേച്ചിയായാലും ഓരോരുത്തരായാലും ഓരോ MD എടുത്തേക്കുന്നത്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ അവരെ കാണാം.
അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വട്ടായാൽ പോലും ആശ്രയിച്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തർ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, അങ്ങനത്തെ സ്കീം അല്ല ഇവിടെ. ഇവിടെ എമർജൻസി അങ്ങനെ ഉള്ളതാണ്, അല്ലെങ്കിൽ റെഫറലൊക്കെ കിട്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പം ഒന്ന്, ഇവിടെ ഗവൺമെൻറ് നമുക്കൊരു ഫാമിലി ഡോക്ടറിനെ അസൈൻ ചെയ്യും, നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യണം. പക്ഷേ എനിക്കിതുവരെ അപ്ലൈ ചെയ്തിട്ട് ഭയങ്കര ഡിലേ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സ് കുറവാണ്. അപ്പം ഡോക്ടേഴ്സ് കുറവായതുകൊണ്ട് നമുക്ക് ആൾക്കാരെ അനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സിനെ അവർക്ക് കൊടുക്കാനില്ല. അതൊന്ന്. പിന്നെ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറി വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്ന ഡോക്ടറിന് വേറൊരു സ്റ്റേറ്റിൽ നേരത്തെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഡോക്ടറിനെ കാണാമെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമുക്ക് എമർജൻസി വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാം, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഡോക്ടറിനെ കാണാൻ പോയി അവിടെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ അവർ എമർജൻസിയിൽ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പം അവരൊരിക്കലും നമ്മൾ ആദ്യം വന്നു അതുകൊണ്ട് നമ്മളെ ആദ്യം കയറ്റണം, അങ്ങനെയല്ല. കുഞ്ഞു പിള്ളേർ വന്ന് അല്ലെങ്കിൽ നല്ല പ്രായമുള്ളവർ വന്ന് അവരെ ആദ്യം കയറ്റും എമർജൻസിയിൽ. പിന്നെ ഇപ്പം വീണയ്ക്ക് വയ്യാണ്ടായിട്ട് 2 വട്ടം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ആദ്യത്തെ വട്ടം അവൾക്ക് ഒട്ടും വയ്യാതെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിച്ചിട്ടാണ് പോയത്. അന്ന് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഒരു 2 മണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ ഡോക്ടറെ കണ്ടു, അവിടെ തന്നെ എല്ലാം സ്കാൻ ചെയ്യും, എല്ലാം ഫ്രീയാണ്. നമ്മളിവിടെ ജോലിയുണ്ട്, നമ്മളിവിടെ ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഫ്രീ ആയി. നമ്മളൊന്നും പൈസ ഒന്നും അടക്കേണ്ട കാര്യമില്ല. ഞാൻ ആ കൂടെ എത്ര $6 കാർ പാർക്കിങ്ങിന് മാത്രമേ അടച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ വട്ടം അവളൊന്ന് വീണപ്പോൾ അവളുടെ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഉളുക്കിയായിരുന്നു, കഴുത്തോ കയ്യൊന്ന് ഉളുക്കിയായിരുന്നു. അപ്പോൾ അവിടെ അതിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. അന്നപ്പോൾ അത്ര സീരിയസ് അല്ല. അന്ന് ശരിക്കും ഞങ്ങൾ ഈവനിങ് ചെന്നിരുന്ന ഞങ്ങളെ അന്ന് സൺഡേ ഏതാണ്ടായിരുന്നു, വീക്കെൻഡ് ആയിരുന്നു, അതുകൊണ്ട് ക്ലിനിക്കോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ചെന്നിരുന്നത് നമ്മളെ ഒരു ഈവനിങ് ഒരു 4:30 ആയത് ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾ ഡോക്ടറിനെ കണ്ടത് രാത്രി 1:30-ക്കാണ്. 12:30-1:30 ആ ഒരു റേഞ്ചിനകത്താണ് ഞങ്ങൾ ഡോക്ടറെ കണ്ടത് ഫസ്റ്റ്. അത്രയും ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ അവരെല്ലാം അതിലോട്ട് പോകും, നമ്മളെ അല്ല നോക്കുന്നത്. പക്ഷേ അതിന് പകരമായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് അവർ പറഞ്ഞെങ്കിൽ നമുക്കൊരു ഫാമിലി ഡോക്ടറിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഡിലേ ആണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഈ വർഷം അല്ല അടുത്ത വർഷം എനിക്ക് ഫാമിലി ഡോക്ടറെ കിട്ടും. ഫാമിലി ഡോക്ടർ വന്നു കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫാമിലി ഡോക്ടറെ കാണാം എപ്പോൾ വയ്യാത്തപ്പോഴായാലും. അപ്പോൾ നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പോൾ പുള്ളിയെ കണ്ടിട്ട് ആ ഡോക്ടർ നമുക്ക് റെഫറൻസ് കൊടുക്കും. ബാക്കി ഏതെങ്കിലും ഡോക്ടറിന് അതൊരു ഫിസിഷ്യനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് റെഫറൻസ് കൊടുക്കാം. ഇപ്പം ചുമ്മാ നമുക്ക് പോയിട്ട് ENT-നെയോ അല്ലെങ്കിൽ ഡെർമറ്റിനെയോ നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ലോ. അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഡോക്ടറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഡോക്ടറെ പോയി കാണാം, ആ ഡോക്ടറിന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമുക്ക് കാണാം. കണ്ടു കഴിഞ്ഞിട്ട് അവർ പറയും എന്താണ് എൻ്റെ. ഇപ്പം നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ അവിടെ പോയി. ഇപ്പം ഞാനിപ്പോൾ എങ്ങനത്തെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ വാക്കിംഗ് ക്ലിനിക്സ് ഉണ്ട്. വാക്കിംഗ് ക്ലിനിക്സിൽ പോയിട്ട് അവിടെ പോയി ഡോക്ടറിനെ കണ്ടിട്ട് അവിടുന്ന് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ എല്ലാം ഫ്രീ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മളിവിടെ ടാക്സ് അടയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ബ്രെഡിൻ്റെ കൂടെ 2 കാര്യങ്ങളാണ് വെക്കുന്നത്. ഒന്ന് ചീസും പിന്നെ ഒന്ന് ലെറ്റ്യൂസും. ലെറ്റ്യൂസ് ഇച്ചിരി വാടിപ്പോയി, കുറച്ച് നാളാവില്ല. നമ്മളെപ്പോഴും കഴിക്കുകയാണെങ്കിൽ ലെറ്റ്യൂസ് ഇരിക്കും, ഇല്ലെങ്കിൽ ഇരിക്കത്തില്ല. ഇപ്പോൾ ഓൾറെഡി ഞാൻ ബാറ്റി വെച്ചു, ലെറ്റ്യൂസ് കോലം പോയി കണ്ട. മുന്നേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി സോസ് ഇടും, ഇച്ചിരി മയോണൈസ്, ഇച്ചിരി ഞാൻ തേക്കത്തുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യും. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീസില്ലേ, ഈ ചീസ് ഞാൻ ഇതിന് മണ്ടയ്ക്ക് വെച്ചിട്ട് ഇത് ഒരു പൊടിക്ക് ഒന്നും കൂടെ ടോസ്റ്റ് ചെയ്യും കേട്ടോ. ടോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ചീസ് ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റാവും. ഇതിനകത്ത് വെക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മയം ഒന്ന് ഉരുകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ ചീസ് മെൽറ്റാവുന്ന കണ്ടോ. നമ്മുടെ ഫുഡ് തയ്യാർ. ഇനി ഞാൻ സോഫയിൽ പോയിരുന്നതിന് ചേച്ചി നേരം ഫുഡൊക്കെ കഴിച്ച് വർക്കൊക്കെ ചെയ്ത് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ നോർമലി ഇച്ചിരി നേരം കിടന്നുറങ്ങും. 1-2 മണിക്കൂർ കിടന്നുറങ്ങും ഫുഡ് കഴിച്ചിട്ട്. അത് പണ്ട് അച്ഛൻ്റെ നിന്ന് കിട്ടിയ ശീലമാണ്, അതിപ്പോൾ മാറാറില്ല. പിന്നെ നമുക്ക് വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ സ്ഥലത്ത് പോവാം. ആഫ്റ്റർനൂൺ ലഞ്ച് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസാണ്. 2 മിനിറ്റ് വെക്കാം. ഞാൻ എപ്പോഴും ആലോചിക്കും മൈക്രോവേവ് ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യുന്ന ആൾക്കാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോവേവിലേക്ക് എത്ര പാത്രത്തിൽ വേണം നമ്മളൊരു കാര്യം ചൂടാക്കണമെങ്കിൽ റീഹീറ്റ് ചെയ്യണമെങ്കിലും എന്തൊക്കെ പരിപാടിയായാലും മൈക്രോവേവ് ഉള്ളപ്പോൾ താണ്ട അങ്ങോട്ട് വെക്കുന്നു, ചൂടാവുന്നു, അത് സെറ്റാവുന്നു. എന്താ അല്ലേ. പിന്നെ നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റിരിക്കുന്നു.
ഉച്ചയ്ക്കൊന്ന് ഇറങ്ങി. ഇപ്പോൾ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വെളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. വെളിയിൽ നല്ല വെയിൽ, വെളിയിലോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമല്ല, ചുമ്മാ ഒന്ന് ഇറങ്ങാം, സാധനങ്ങൾ കടയൊക്കെ നോക്കുക, സാധനങ്ങൾ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, തിയേറ്ററിൽ പോയിട്ട് സിനിമയുടെ ടിക്കറ്റ് നോക്കണം. എന്തായാലും ഓൺലൈനിൽ നോക്കാത്തതെന്ന് പറഞ്ഞാൽ അവിടെ പോകുന്ന ദിവസം എന്തായാലും ആ വഴിയാണ് പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിൽ, സ്കൈയൊക്കെ അടിപൊളിയായിട്ടിരിക്കും. വണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഇത് കണ്ടോ ഗൈസ്, ഞങ്ങളുടെ വീടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്കിൽ ഒരു അരുവി പോലത്തെ ഇതുണ്ട്. നോക്കി എന്ത് ക്ലീനാണ് വെള്ളം എന്ന്. ശരിക്കും നല്ല, നമുക്കിങ്ങനെ കല്ലുകളിങ്ങനെ കാണാം. ഇടയ്ക്ക് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെ ഇച്ചിരി വെള്ളം നിറയും, ഈ ഒരു ലെവലിൽ വരെ നിറയും. പക്ഷെ അതങ്ങനെ പോകുന്നത്, അതിങ്ങനെ കണക്റ്റായിട്ട് ആ കനാലിങ്ങനെ കണക്റ്റായിട്ട് അങ്ങനെ പോകുന്നതാണ് മൊത്തം. സമ്മറായിട്ട് എല്ലാം ഗ്രീനായിട്ടിരിക്കുക. ഇനി ഇച്ചിരി കഴിയുമ്പം ഫോളൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ഒരു ഓറഞ്ച് കളറൊക്കെ ആവും. ആ ഓറഞ്ച് കളറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ. പൊളി വൈബ. അങ്ങനെ നമ്മളിവിടെ എത്തി. ഞാൻ എന്നിട്ട് ജസ്റ്റ് ഇവിടോട്ടൊന്ന് കയറിയിട്ട്, കൂടുതൽ ഇവിടെ അകത്തൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഒന്നും എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അവരോട് ചുമ്മാ ചോദിച്ചു നോക്കാം എടുക്കാൻ പറ്റുമെന്ന്. എൻ്റെ വരാം. അവിടെ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. അപ്പം അത് കാരണം നമ്മൾ എടുത്തില്ല. പിന്നെ വലിയൊരു സാധനവും ഇല്ലായിരുന്നു, ഞാൻ നോക്കിയ സാധനം ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്, അപ്പോൾ ആ തിയേറ്ററിൽ പോയി നോക്കാം. ഇതാണ്ടാ അതാ തിയേറ്റർ. ആ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കാം. സ്പൈഡർമാനിന് തിയേറ്റർ ഇവിടെ കണ്ടു. ഇവിടെ നമുക്കിങ്ങനെ സെൽഫ് ചെക്കൗട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് തന്നെ ഉണ്ടോ സ്പൈഡർമാൻ. വേണ്ട, സാറ്റർഡേ ഞാൻ അവൈലബിൾ. അപ്പോൾ സാറ്റർഡേ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓഗസ്റ്റ് 1 ബർത്ത്ഡേയും കൂടെ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സിനിമ കാണാം എന്ന് വിചാരിച്ചു. 1 അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. കരുതി ബർത്ത്ഡേ ആയിട്ട് ഒരു സിനിമ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അവളില്ല, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു 1 സിനിമ എടുക്കാമെന്ന്. പിന്നെ ആ കൂടെ ഉള്ളത് 3D ഉള്ളത് ഇവിടെ, പക്ഷേ IMAX അല്ല. അപ്പോൾ IMAX അല്ലാത്തപ്പോൾ എനിക്ക് 3Dയിൽ കാണാൻ ഇഷ്ടമല്ല. ഭയങ്കരമായിട്ട് ലൈറ്റ് കുറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ 3Dയുടേത് കാണാറില്ല. അപ്പോൾ ഞാൻ ഡി ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സീറ്റൊക്കെ ഇങ്ങനെ കുലുങ്ങും. അപ്പോൾ അത് കാണാം എന്ന് ഞാൻ വിചാരിച്ചു. സീറ്റ് കുലുങ്ങുകയും ചെയ്യുകയൊക്കെ ചെയ്യും, ഒരു വൈവായിരിക്കും. പക്ഷേ സമയം മാത്രമേ ഉള്ളൂ, ഉച്ചയ്ക്ക് 12 മണിയാണ്. പിന്നെ ശനിയാഴ്ചയോട് പിന്നെ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു ഫെയർ പോലത്തെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പം അങ്ങോട്ട് പോവാം. ടിമ്മ് കണ്ടപ്പോൾ ഒരു കാപ്പി കുടിക്കാനൊരു പൂതി. വൈകിട്ടത്തെ കാപ്പി കുടിച്ചില്ല, വേണ്ട ടിമ്മ്. ഇങ്ങനെ ഗൈസ് ടിമ്മ് വാങ്ങിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടന്നും മേള കാണുമ്പോൾ ഒരു കോഫി കുടിച്ചുകൊണ്ടിങ്ങനെ നമുക്ക് പോകാമല്ലോ. ഏത് മേളയിൽ വന്ന് ഗൈസ്, മേളയിൽ വന്ന് നോക്ക്. ഇത് മൊത്തം ഇങ്ങനെ കറങ്ങുന്ന സാധനം, ഇങ്ങനെ തിരിഞ്ഞിട്ടിട്ട് കറങ്ങും. അടിപൊളി. ഇപ്പൊ ശരിക്കും അവളുണ്ടായിരുന്നെ അവളിപ്പോ ഇതിനകത്തൊക്കെ കേറിയേനെ. പക്ഷെ അവളില്ല, അവക്ക് കാണിക്കാൻ ഞാൻ. ഇത് ഞങ്ങളുടെ നോർത്ത് ബേയിലുള്ളൊരു ഇതാ, പാർക്ക് പോലത്തെയാ. അപ്പൊ അവിടെ ഇങ്ങനെ ഓരോ ഫങ്ഷൻസ് വരും ഇങ്ങനെ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഓരോരോ പരിപാടീസ് ഉണ്ട്. അതുകൊണ്ടുണ്ടോ അവിടെ അത് നോക്ക്, പൊളി. ഇങ്ങനെ ഇവിടെ കുറെ പരിപാടീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫുഡും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ പരിപാടീസും ഉണ്ട്. ഇതാ പറയുന്നത്, സമ്മർ ആകുമ്പോൾ ഇവിടെ ശരിക്കും വീട്ടിൽ ഇരിക്കരുത്. വീട്ടിൽ ഇരിക്കാതെ വെളിയിൽ ഇറങ്ങി പോകണം. വെളിയിൽ ഇറങ്ങി പോയാലേ നമുക്ക് എന്തെങ്കിലും കാണാനും കാര്യങ്ങളും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റൂമിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അറിയാതെ നമ്മൾ പോകും. കണ്ട കോട്ടൺ ക്യാൻഡിയൊക്കെ ആണ്. കണ്ട ഇവിടുന്ന് ആ ടിക്കറ്റ് എടുക്കുന്നത്. നമ്മുടെ വണ്ടർലയുടെ ചെറിയൊരു വേർഷൻ. അതുകൊണ്ടിപ്പോൾ ഇത് മൂവായി തുടങ്ങിയത് നോക്ക്. അതുകൊണ്ട് മറ്റേ സാധനം ഇങ്ങനെ കിടന്നിട്ട് കറക്കുന്നത് ഇതുണ്ടോ, മറ്റേ ഇങ്ങനെ. ഇത് കൊള്ളാം. ഓരോ ഇതിനകത്തും ഓരോ ആൾക്കാര്. അത് കണ്ടോ ഗൈസ്, ഇവിടുന്ന് മേലേന്ന് ഇങ്ങനെ നമുക്ക് സ്ലൈഡ് ചെയ്ത് വരാം.
നോക്കണ്ടോ അവര് ചെയ്യുന്നേ. ഇതെന്താ അറിയോ, മങ്കി മേസ് എന്ന് പറയുന്നത് ഇതിനകത്ത് മിററാ. എന്നിട്ട് മിറർ വെച്ചിട്ട് നമ്മൾ അകത്ത് കയറി 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 പോകുന്നതാ. നമുക്ക് ഇതിലേ ഇറങ്ങി വരാം സ്ലൈഡ് ചെയ്തിട്ട്. ഇട്ട് ഒലയ്ക്കുന്നുണ്ട് കണ്ടോ ആൾക്കാരെ. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് കയറാനൊരു മടി. അല്ലാതെ അവളോട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ടിക്കറ്റ് എടുത്തിട്ട്, ഇപ്പൊ കണ്ട ഒരു ടിക്കറ്റ് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 4 എണ്ണത്തിൻ്റെ അകത്ത് കയറാം. അങ്ങനെ ഇവിടെ ചീപ്പുമാണ്. അപ്പൊ അങ്ങനെ കയറായിരുന്നു. പക്ഷെ കുറെയൊക്കെ പിള്ളേരെയാ, പിന്നെ ചിലതൊക്കെ രസമായിരിക്കും. അത് നോക്ക്, അവരെ ഇട്ടിട്ട് ഓലയ്ക്കും ഇപ്പൊ താഴെ. ഇവിടെ ഇങ്ങനെ ഓരോന്നിനും ഓരോ ഇതുണ്ട്. വെടി വെച്ചിട്ട് മറ്റേ ബലൂണ് പൊട്ടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുണ്ടോ. ഇതിങ്ങനെ മറ്റേ എറിയുന്ന സാധനമാണ്. ബാസ്കറ്റ് ബോൾ ഇടുന്നതും മറ്റേ ഡക്കിനെ പിടിക്കുന്നത്. ഓ മറ്റേത് നോക്ക്, ആ റൈഡ് നോക്ക്, അത് ആൾക്കാരായിട്ട് അലക്കുന്ന പോലെ ഉണ്ട്. അതുകൊണ്ട് കൈസ് അതിപ്പോ ഓണാവുന്നു. ഇതിപ്പോ നോക്കിക്കോണേ, ഇതിപ്പോ ഇങ്ങനെ പൊങ്ങും. ഇതൊക്കെ ബെൽറ്റും ഒന്നുമില്ല, നമ്മള് വീഴത്തില്ല. പക്ഷെ അത്രയും സ്പീഡിൽ കറങ്ങുന്നോണ്ട്. ഞാൻ ശരിക്കും ഇത് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് പോളി. ഇതുണ്ടോ, ബെൽറ്റും ഒന്നും ഇട്ടിട്ടില്ല ആൾക്കാര്. വൈബ് സാധനം. അവളിപ്പോ ഉണ്ടായിരുന്ന അവളിപ്പോ ഇതില് ചാടി കയറിയത് ഉറപ്പാണ്. വൈബ് മേള. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കയറിയൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് എടുക്കുമ്പോഴാണ് രസം. നമ്മളിപ്പോ അവളോട് ഉണ്ടെങ്കിൽ രസമല്ലേ. ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഓരോ പരിപാടിക്കകത്തൊക്കെ കയറുക ഇടയ്ക്കൊക്കെ ചെയ്യാം. പക്ഷെ ഈ സീറോ ഗ്രാവിറ്റി എനിക്ക് ട്രൈ ചെയ്യണമെന്നുള്ളതല്ല. പക്ഷെ മറ്റേ ഇങ്ങനെ തല കറക്കുന്ന സാധനമൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇനിയിപ്പം ഞാൻ നിങ്ങളെ ഒരു ശാന്തം സമാധാനമായിട്ടുള്ളൊരു സ്ഥലത്തോട്ടാവും. നമ്മളിപ്പോൾ അവിടെ എത്തി. ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലം, ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷേ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് വെള്ളവും അതും എല്ലാം വെച്ചിട്ട്. ഇതൊരു കോർണറാണ്. ആ കോർണറിൻ്റെ ചുറ്റും വെള്ളമാണ്. കണ്ടോ, ഫുൾ സ്ഥലം ഇങ്ങനെയാണ്. അവിടെ വീടുകളും ഒക്കെ ആയിട്ട്. അപ്പോൾ വീടുള്ളവർക്കൊക്കെ എന്ത് നല്ലതാണെന്നറിയോ. ഇവിടെ ശരിക്കും എന്താണെന്നറിയോ, ഇവിടെ ശരിക്കും ബോട്ടൊക്കെ വന്നിട്ട് അവർക്ക് ബോട്ട് ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇങ്ങനെ കാറ് വന്നിട്ട് കാറ് ഇവിടോട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് ഇങ്ങനെ ബോട്ട് ഇറക്കാം. ഇവിടെ എല്ലാ റെയിലും ബോട്ടൊക്കെ ഉണ്ട്. എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബോസുണ്ട്, എൻ്റെ ബോസിനൊക്കെ ബോട്ടുണ്ട്. അപ്പോൾ പുള്ളി ബോട്ട് ഇന്നാൾ ചെറുതായിട്ട് തീ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനത്തെ പരിപാടീസാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ബോട്ട് ഇറക്കും. കണ്ടോ, വൈബ് സ്ഥലം. അതുകൊണ്ട് ആൾക്കാർ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ. അവർ സ്വന്തമായിട്ട് വന്ന് കയാക്കിങ്ങോ അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ പരിപാടീസൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ വന്നിട്ട് ഇരിക്കുന്നത് ഇവിടെ ഈ സ്ഥലമാണ്. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബോസ് പറഞ്ഞു തന്നു. കണ്ടോ, പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. പക്ഷെ ഇവിടെ ആരോ ഇരിപ്പുണ്ട്, അത് കാരണം ഇപ്പം അങ്ങോട്ട് ഇറങ്ങുന്നില്ല. കണ്ട, പൂരെ ഒരു ചെറിയൊരു ഐലൻഡ് പോലത്തെ ഇതും നമുക്ക് ചുറ്റും ഇങ്ങനെ കാണാം. കണ്ടോ, ആ ബീച്ചും ഏരിയാസും എല്ലാം കാണാം. ഇതുണ്ട് ഒരു ഡക്ക് നോക്ക്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഡക്കല്ല ഇവിടെ. ഇവിടെ നല്ല സ്നേഹം, മീൻസ് എന്താ പറയുക, നമ്മളെ ഭയങ്കര വിശ്വാസമാണ്. നമ്മളിപ്പോൾ ചുമ്മാതെ ഇങ്ങനെ കൈ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഫുഡൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അത് നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് കയ്യിൽ ഇങ്ങനെ വന്നിട്ട് ഇരിക്കും. അവിടെ ഇരിക്കുമായിരുന്നു, ഞാൻ കാണിച്ചു തരാമായിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നു ഓടുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലാണെങ്കിൽ പിടിച്ചോണ്ട് പോകുമല്ലോ. കണ്ടോ, അവിടെ ആൾക്കാർ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബോൾ വെച്ചിട്ട് അവിടെ ബീച്ചിലിരിക്കുന്നു. ഇങ്ങനെ ഓരോരോരോ ചെയറും ഒക്കെ ഉണ്ട്. കണ്ടോ, അവിടെ പോയിട്ട് നമുക്ക് ഇരിക്കാം. കണ്ടോ, നമുക്ക് ഇവിടെ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വന്നിട്ടിരുന്ന് കഴിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ടേബിളും ഉണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ കല്ലുകൾ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ആ ചെയറിൽ പോയിരിക്കും. പക്ഷേ നോക്കണ്ട, അവിടെ ഉണ്ട് അങ്ങനത്തെ സംഭവം ഉണ്ട്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ഈ ചെയറിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ അന്യായ വ്യൂ ആണ്. കണ്ടോ, അവിടെ ഇങ്ങനെ ഓരോ ആൾക്കാർ ബെയ്ത്ത് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ, അത്ര ഡെപ്തുള്ള വെള്ളമല്ല ഒന്നാമത്തെ കാര്യം. വേണ്ട ഈ കല്ല് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാം. നോക്ക്, വ്യൂ നോക്ക്. ഇത്രേ അടിപൊളിയായിട്ട് നമുക്ക് കാണാം. കണ്ട, ആ കോർണർ മൊത്തം ബീച്ചാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ബുക്കൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വായിക്കാൻ നല്ല രസമാണ്. നല്ല ശാന്ത സമാധാനമായിട്ട്. മറ്റേ അടുത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നല്ലോ. അതുണ്ടോ, പീക്കിരി പിള്ളേർ അവർ സ്വിം ചെയ്യുന്നുണ്ടോ.
ഡക്ക് കണ്ടോ, നല്ല ശാന്തമായിട്ട് ഭയങ്കര വ്യൂ ഒക്കെ കണ്ടിരിക്കുക. കണ്ടോ, ഇവിടെ തന്നെ കുടിക്കുന്ന വെള്ളവും വാഷ്റൂംസും എല്ലാം ഉണ്ട്. അങ്ങനെ വീടെത്തി. കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോൾ വീടെത്തി. നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ. വീക്കെൻഡ് എപ്പോഴും ഇവിടെ ഇങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മടി പിടിച്ച് നമ്മൾ ഗെയിമൊക്കെ കളിച്ച് ഇവിടെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇല്ലാത്തടത്തോളം നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കറങ്ങുകയൊക്കെ ചെയ്യാം. സ്ഥലം ഇവിടെ ഇങ്ങനെ കുറേ ട്രെയിൽസ് ഉണ്ട്, നമുക്ക് പോകാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാടുകൾ, സമ്മറൊക്കെ ആയതുകൊണ്ട് ആനിമൽസ് ഇറങ്ങും, ഡിയറിനെ അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ പിന്നെ ബെയറുണ്ട് ഇവിടെ. പക്ഷെ ഞങ്ങൾ ഈ താമസിക്കുന്ന ഏരിയയിലൊന്നുമില്ല. പണ്ടൊരു ഡൂഷ്നെ ഫാൾസ് എന്ന് പറഞ്ഞ ഫാൾസിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെയറൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ബെയർ സ്പ്രേ നമ്മൾ കൈ കൊണ്ട് നടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ആൽഗോൻകി പാർക്കിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്തായാലും ആ ബെയർ സ്പ്രേ എടുക്കാമെന്ന് വിചാരിച്ച്. ഇനി അവളോട് വരട്ടെ, വന്നു കഴിയുമ്പോൾ. ഇനിയിപ്പോൾ നൈറ്റിലേക്ക് ഫുഡ് ഉണ്ടാക്കണം. ഞാൻ വെച്ച് ചപ്പാത്തി വെച്ച് റാപ്പ് ഉണ്ടാക്കാമെന്ന്. ഇന്ന് ചിക്കൻ കുക്ക് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ ബേക്ക് ചെയ്യാറുണ്ടെന്ന് ചിക്കൻ, ആ ചിക്കൻ ബേക്ക് ചെയ്ത് ചിക്കന് എനിക്കുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ചീന്തിയിട്ട് ഇങ്ങനെ ഒരു ക്രൂരമായ രീതിയിൽ ചപ്പാത്തി വെച്ചിട്ട് റാപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെയും കഴിക്കാമല്ലോ. ഇത് കണ്ടോ ഗൈസ്, ഇത് ഞാൻ ഇന്നത്തെ എൻ്റെ പരിപാടിയാണ്. ഈ ലൈറ്റ് ഇങ്ങനെ വെച്ചത്. ഒന്നാമത്തെ കാര്യം, എനിക്കങ്ങനെ ലൈറ്റ് ഭയങ്കരമായിട്ട് റൂമിലുള്ളത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ലൈറ്റ് വെച്ച്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ റാപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പം നൈറ്റ് ഇരുന്നൊരു സിനിമയും കാണാം, സിനിമ കണ്ടുകൊണ്ട് റാപ്പ് കഴിക്കാം. അങ്ങനെ ഞാനിപ്പോൾ പഴയ ബാറ്റ്മാൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഇതാ ഓൾറെഡി ബേക്ക് ചെയ്ത ചിക്കനാണ്. ഇത് കണ്ടോ, ആ ചിക്കൻ ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്ന നെയ്യ് ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പം ഈ നെയ്യ് എടുക്കാമല്ലോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒന്നാമത്തെ കാര്യം. ഇവിടുത്തെ ചിക്കൻ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നാട്ടിലെ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ നാട്ടിലൊക്കെ ചിക്കൻ ഇത്രയും നെയ്യ്, ഇത് ഭയങ്കരമായിട്ട് നെയ്യ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. കണ്ടോ, ചിക്കൻ ഷ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഈ പാനിനകത്ത് വെച്ചിട്ട് ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ വേറെ കാര്യം ആലോചിച്ചത്, ഇച്ചിരി ഒനിയൻ എയർ ഫ്രൈ ചെയ്തെടുത്താൽ ഇച്ചിരി കൂടെ രസം ഉണ്ടായിരിക്കും എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. ഇതാ ഉള്ളി ഞാൻ അരിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെച്ച്, പിന്നെ ടൊമാറ്റോ ഇച്ചിരി അരിഞ്ഞു. എയർ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് എനിക്ക് ഇച്ചിരി നെയ്യ് ചേർക്കണം. ഈ നെയ്യ് ഞാൻ ഇച്ചിരി ഇടും. അതാണ്ട് ഞാൻ നെയ്യ് ചേർത്തു. ജസ്റ്റ് ചുമ്മാ ഒന്ന് സ്പ്രെഡ് ചെയ്തേ ഉള്ളൂ. ഞാൻ ഇതിനകത്തോട്ട് വെച്ച് എയർ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എയർ ഫ്രൈ ആവുകയും ചെയ്യും. അപ്പം അത് ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് പോലെ തോന്നും. ഇനിയിപ്പോൾ ചിക്കൻ്റെ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇച്ചിരി കൂടെ ചുമ്മാതെ. ഇപ്പം ഞാനിപ്പോൾ ഈ നെയ്യ് ഇതിനകത്തോട്ട് ഇടാൻ പോവുക. അങ്ങനത്തെ കാര്യം ഇച്ചിരി കുറച്ചിടണമായിരുന്നു. കൈപൊള്ളി. ഒന്നാമത്തെ ഇത് നെയ്യ് ചിക്കൻ്റെ ഇതും കൂടെ ആയതുകൊണ്ട് ചിക്കൻ്റെ ഇച്ചിരി ഇത് എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഓടണം, അവിടെ നിൽക്കാൻ പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടും. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതൊന്ന് സ്പ്രെഡ് എല്ലായിടത്തും ഒന്ന് തേക്കാൻ വേണ്ടിയിലാണ് ഞാനിപ്പോൾ ഇത് വെച്ചത്. ഇതിങ്ങനെ ചേറി ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ ഒനിയൻ എയർ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. എനിക്കെപ്പോഴും ഇങ്ങനെ ചിക്കനൊക്കെ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിലാണ് കഴിക്കാൻ ഇഷ്ടം. ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് എനിക്ക് മട്ടനാണ്. പക്ഷേ മട്ടനും ബീഫും എനിക്ക് അലർജിയാണ്. എനിക്ക് സ്കിൻ അലർജി ഉണ്ടായതുകൊണ്ട് ഇച്ചിരി റെഡിഷായിട്ടൊക്കെ എനിക്ക് വരും. അപ്പോൾ അത് കാരണം ഞാൻ അതങ്ങനെ അത് കഴിക്കാത്തത്. പക്ഷേ ചിക്കനാകുമ്പോൾ എപ്പോഴും കഴിക്കാമല്ലോ. അപ്പോൾ ചിക്കൻ കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം. ചിലപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ചീറ്റിപ്പോകുമ്പോൾ എനിക്ക് വിഷമമാവും. ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പക്ഷേ കഴിച്ച് തീർക്കും. ഇപ്പം ഞാൻ പിന്നെ ഇതിനകത്ത് വെള്ളം വെച്ചിട്ടേ ഞാനത് ആവി കയറ്റാൻ പോവുക. അപ്പോൾ വിചാരിക്കും എന്തിനാ മൈക്രോവേവ് ചെയ്താൽ പോരെ എന്ന്. ശരിക്കും മൈക്രോവേവ് ചെയ്താൽ മതി. പക്ഷേ മൈക്രോവേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ഭയങ്കരമായിട്ട് ഹാർഡാവുന്ന പോലെ ചപ്പാത്തി എനിക്ക് തോന്നുന്നു, റാപ്പൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ അത് കാരണം ഞാൻ ആവി കയറ്റാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആവി കയറ്റുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ സാധനം വെക്കും. ഇങ്ങനത്തെ സാധനം വെക്കുന്നത് ഇത് ശരിക്കും എനിക്ക് എയർ ഫ്രയറിൻ്റെ കൂടെ കിട്ടിയ സാധനമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വെക്കുന്നതിന് മെഷീൻ ഇപ്പോൾ ഓൾറെഡി യൂസ് ആയതുകൊണ്ട് കണ്ടോ ഗൈസ്, ചെറുതായിട്ട് കരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് വെക്കുന്ന സാധനമായിരുന്നു അത്. അപ്പോൾ ഞാൻ അതാ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചപ്പാത്തി ഞാൻ ഇങ്ങനെ മടക്കി വെക്കും ഇതിനകത്ത്. ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. 3 റാപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 റാപ്പിന് ഇത് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഉണ്ടോ ഇങ്ങനെ അടയ്ക്കുന്ന അടപ്പും വെച്ചിട്ട്. പക്ഷേ ഇത് ഞാൻ ആദ്യം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ വെക്കും കേട്ടോ. ഇത് ശരിക്കും കട്ടി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൈക്രോവേവ് ചെയ്യുമ്പോൾ കുറേ ഹാർഡായിട്ടിരിക്കുന്ന പോലെ എനിക്കൊരു ഫീല്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഇത് റെഡിയായി. കുഴപ്പമില്ല, കുറച്ചൊക്കെ കരിഞ്ഞു പോയി. കണ്ടോ ഈ സൈഡൊക്കെ കരിഞ്ഞു പോയി.
കരിഞ്ഞതെടുക്കാതെ ഇതൊക്കെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം ചപ്പാത്തി ഞാൻ എടുക്കുക. ഇപ്പം ചപ്പാത്തി ഇങ്ങനെ വെച്ച് ഇനി ഞാൻ വിചാരിച്ചു മയോണൈസൊക്കെ ചേർക്കാമെന്ന് വിചാരിച്ചു. കെച്ചപ്പ് ചേർത്തു. ഇനിയിപ്പോൾ ഇച്ചിരി ഉള്ളിയും ഇതുകൂടെ ഇടാം. പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കനും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ റാപ്പ്. പക്ഷേ ആകെക്കൂടുള്ളൊരു പ്രശ്നം, എനിക്ക് റാപ്പ് ചെയ്യാൻ അറിയത്തില്ല. ഇങ്ങനെയായിരിക്കും. ആഹാ ചപ്പാത്തി കീറിപ്പോയി ഗൈസ്. ഓ മൈ ഗോഡ്. ഇപ്പോൾ റാപ്പല്ല, റാപ്പിന് പകരം വേറെന്തോ ആയി. അത് കുഴപ്പമില്ല, നമുക്കിങ്ങനെ കഴിക്കാമല്ലോ. ചീറ്റിപ്പോയാലും ഒരു അത്യാവശ്യം ഉള്ളൊരു 3 റാപ്പ് കിട്ടി. പഠിക്കുന്നതല്ലേ, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. റാപ്പ് ചെയ്യാൻ അറിയത്തില്ല, അപ്പം നമുക്ക് മനസ്സിലായി റാപ്പ് ചെയ്യാൻ അറിയത്തില്ല. ഇനി അലുമിനിയം ഫോയിലൊക്കെ വേണമെന്ന്, അല്ലെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ കാണാം എങ്ങനെയാണ് റാപ്പ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഇപ്പോൾ റാപ്പൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് ബാറ്റ്മാനൊക്കെ കണ്ട് ഫുൾ സെറ്റായിട്ടിരിക്കുക. ചേരം കഴിയുമ്പോൾ ഗെയിം കളിക്കുക. നാളെ സാറ്റർഡേ സൺഡേ ആണ്, ഫുൾ സെറ്റ്. ഇനിയിപ്പോൾ ഞാൻ തിങ്കളാഴ്ചയെ ഉണരത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഗെയിമായിരിക്കും ഫുള്ള്. അതിനകത്ത് ടി വിക്കകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടാവും, വേരൊക്കെ മുളച്ചിട്ട്. അപ്പോൾ ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.